നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ബിസിനസ്മാനായ, അതായത് മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്ത ബിസിനസ്മാനായ ജോൺ കുരുവിള. അതെ സാർ, എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു പ്രോഗ്രാം എങ്ങനെയുണ്ട്? ഓക്കെ, ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ 40 വർഷമായിട്ട് മിഡിൽ ഈസ്റ്റിലാണ്. ദുബായ്, മസ്കറ്റിലും ഒക്കെ അബുദാബിയിലൊക്കെ നമ്മളുടെ ബിസിനസ്സുണ്ട്. ജോണി ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ്. അതിൻ്റെ ചെയർമാനാണ് ഞാൻ. വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്ന ആഗോള സംഘടനയുടെ ഗ്ലോബൽ ചെയർമാനും കൂടിയാണ്. പിന്നെ KSBL ക്ലീൻ സ്മാർട്ട് ബസ് ലിമിറ്റഡ് കൊച്ചി, അതിൻ്റെയും ചെയർമാനാണ്. വളരെ അനേകം പാർട്ടിസിപ്പൻസ് ഉള്ള വളരെ മനോഹരമായ രീതിയിൽ ഇത് ചെയ്തിരിക്കുകയാണ്. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഞാൻ ലോക കേരള സഭ മെമ്പർ കൂടിയാണ്. അപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് മിഡിൽ ഈസ്റ്റിലും ആഗോള ബിസിനസ്സുകാർക്കും വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് ശശി തരൂർ ഇപ്പോൾ ഈയിടെ ഒരു കമൻ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും മിനിസ്റ്റർ രാജീവിനെ ഒന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും കേരള ഗവൺമെൻറ്റിനെ അറിയിക്കുകയാണ്. ഇതൊരു നല്ല പ്രവൃത്തിയായിട്ട് ഞങ്ങളിതിനെ കാണുന്നു. എന്തുതരം സംരംഭം തുടങ്ങാനാണ് ഒരു പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ബേസിക്കലി ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണ്. ഹോട്ടൽ ഇൻഡസ്ട്രീസിൽ നിന്ന് പ്രവർത്തിച്ചിട്ടിരിക്കുന്നതാണ്. എനിക്ക് മസ്കറ്റിലുള്ളതും ഒരു ഹോട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് ടൂറിസത്തിലാണ് നമ്മളുടെ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നീട് ഇദ്ദേഹം ആൻ്റണി ഇവിടുത്തെ KSBLൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ അതിൻ്റെ ചെയർമാനാണ്. ഇവിടെ നമ്മൾ കൊച്ചി മെട്രോയുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മളുടെ 12 ബസ് അല്ലേ, 12 or 11 ബസ് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് മെട്രോയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ഞങ്ങൾ ഇലക്ട്രിക് എന്തൊക്കെയാണ് ആ ബസ്സിൻ്റെ പ്രത്യേകതകൾ? അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഗ്രീൻ മൊബിലിറ്റിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടുത്തെ മുഴുവൻ പബ്ലിക് ട്രാൻസ്പോർട്ടും ഓഗ്മെൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിൽ കൂടുതൽ കംഫർട്ട് ലെവൽ കൊണ്ടുവരിക, ഗ്രീൻ മൊബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. ഗവൺമെൻറ് സപ്പോർട്ട് തരാമെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. ഗവൺമെൻറ് സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് എല്ലാവർക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇതിൽ നിന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നിലവിൽ കേരളം പൂർണ്ണമായും നിക്ഷേപ സൗഹൃദമായെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ കാണുന്നില്ലേ, വളരെ വളരെ ഹാപ്പി ആയിട്ട് ആൾക്കാർ വൈബൊക്കെ കാണുന്നില്ലേ അതിൻ്റെ. അപ്പോൾ ആ വൈബ് നമ്മളത് ഫീൽ ചെയ്യുന്നതാണ്, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗവൺമെൻറ് വളരെ വളരെ പോസിറ്റീവായിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് എടുക്കുന്നത്. ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഏതായാലും ഗവൺമെൻറ്റിന് എല്ലാവിധ ആശംസകൾ ഈ കാര്യത്തിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഞാനങ്ങനെ ചോദിക്കാൻ കാര്യം, ഇത് നമ്മൾ നേരിട്ട് ബിസിനസ്മാൻമാരോട് വേണ്ടായോ ചോദിക്കാൻ നിക്ഷേപ സൗഹൃദമായിട്ടുണ്ടോ എന്നുള്ളത്? അതെ, നമ്മൾ അതിനെ കാണുന്നത് അങ്ങനെയാണ്. ഇത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സ്ഥാപക നേതാവ് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്രീ TN ശേഷനോടും നമ്മളുടെ KPP നമ്പ്യാരോടും ചേർന്ന് ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. നമ്മുടെ സീനിയർ മോസ്റ്റ് ലീഡറാണ്. അലക്സ് വിളനിലം കോശി. ഞാൻ 30 വർഷം അമേരിക്കയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുക. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ കേരളത്തിലെ ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇതുപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയതെല്ലാം അറ്റൻഡ് ചെയ്തു. അതിലൊക്കെ ഉഗ്രനായിട്ടാണ് ഇന്നത്തെ പബ്ലിക്കിൻ്റെ റിയാക്ഷൻ കാണുന്നത്. കാരണം അതുപോലെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ രാഷ്ട്രീയക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധിക്കത്തില്ല. ബുദ്ധിയുള്ളവർ, ബോധമുള്ളവർ സമ്മതിക്കും. കാരണം അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഇത് അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കല്ല, രാജ്യത്തിൻ്റെ ഉന്നമനതയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതും. സെൻട്രൽ ഗവൺമെൻറ് അനുകൂലമല്ലെങ്കിൽ പോലും ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരുന്നതിൻ്റെ കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സക്സസ്സാണ്. ആ ഗവൺമെൻറ്റിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ. അത് രാഷ്ട്രീയത്തിനും മറ്റെല്ലാ പരിധികൾക്കും അപ്പുറത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ നാടിനെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ എന്തുകൊണ്ട് അമേരിക്ക 30-33 വർഷം ജീവിച്ചിട്ട് കേരളത്തിൽ വന്ന് ജീവിക്കാൻ ഉള്ള അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണ്ടേ?
8 വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുന്നു. OCI കാർഡ് ഉള്ളതുകൊണ്ട് ഞാൻ അമേരിക്കൻ സിറ്റിസനാണ്. ഞാനിവിടെ വന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. PCT എന്ന് പറയുന്നത് പ്രവാസി കോൺക്ലേവ് ട്രസ്റ്റ് എന്ന് പറയുന്ന എല്ലാ സംഘടനകളുടെയും കൂടെ ഒരു അപെക്സ് ബോഡിയായിട്ട് എല്ലാം ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ ചെയർമാനാണ് ഞാനതിൻ്റെ ഒരു ബോർഡ് മെമ്പറാണ്, വേൾഡ് മലയാളിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ വന്നിട്ട് മുൻപുള്ള വ്യവസായ സൗഹൃദം എന്ന് പറഞ്ഞതിനേക്കാൾ ഒരു ഡിഫറൻസ് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ക്രെഡിറ്റ് ഗോസ് ടു ദ കേരള ഗവൺമെൻറ്. പ്രത്യേകിച്ച് പിണറായി സാറിനും ഡോക്ടർ ബിജുവും കൂടെ 2 വാക്ക് സംസാരിക്കും. മന്ത്രി രാജീവിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ ഡോക്ടർ ബിജു, കേരള സാങ്കേതിക സർവകലാശാല അസിസ്റ്റന്റ് ഡയറക്ടറാണ്. കൂടാതെ സർവകലാശാല സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ കോർഡിനേറ്ററും കൂടെയാണ്. വേൾഡ് മലയാളി കൗൺസിൽ കൊല്ലം ചാപ്റ്റർ സെക്രട്ടറിയുമാണ്. വളരെ മികച്ച ഒരു ആംബിയൻസ് ആണ്. വളരെ വലിയൊരു സബ്മിറ്റായി ഇത് കേരള സർക്കാർ പ്രത്യേകിച്ചും വ്യവസായ വകുപ്പ് വിഭാവനം ചെയ്തപ്പോൾ ഏകദേശം 1 വർഷം മുമ്പ് തുടങ്ങിയ പ്ലാനാണ്. ഒരുപാട് പ്രീ ഇവൻറ്റ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് AI കോൺക്ലേവ് ഇവിടെ വെച്ച് നടന്ന വലിയൊരു AI കോൺക്ലേവ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് റോബോട്ടിക് കോൺക്ലേവ്, അതിലെല്ലാം വലിയൊരു പങ്കാളിത്തമായിരുന്നു. അതിൽ സാങ്കേതിക സർവകലാശാല അതിനകത്ത് മികച്ച നമ്മുടെ അഫിലിയേറ്റഡ് 142 അഫിലിയേറ്റഡ് കോളേജ് സർവകലാശാലയ്ക്ക് കീഴിലുണ്ട്. സർവകലാശാലയിൽ തിരഞ്ഞെടുത്ത മികച്ച പ്രോജക്റ്റുകൾ നമ്മളിവിടെ അവതരിപ്പിച്ചിരുന്നു. അതുപോലെ ഇപ്പോൾ നമ്മുടെ വ്യവസായ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്ന് പുതിയൊരാശയം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. നമ്മൾക്കറിയാം കേരളത്തിൽ വലിയ ഇൻഡസ്ട്രികൾ വരാൻ ഒരു സ്ഥലപരിമിതിയുണ്ട്. അന്നേരം നമുക്ക് പക്ഷേ ഒരുപാട് ക്യാമ്പസുകളുണ്ട്, ക്യാമ്പസുകളിൽ ഒരുപാട് സ്ഥലമുണ്ട്. ആ ഒരു ക്യാമ്പസുകളിലെ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യവസായം കൊണ്ടുവരാമെന്നുള്ളൊരാശയം കൊണ്ടുവരികയും ക്യാമ്പസുകളിലെ സ്ഥലം ഉപയോഗിച്ച് വ്യവസായം തുടങ്ങാൻ ഇൻഡസ്ട്രികളെ ആകർഷിക്കുകയും അതിനായിട്ട് സർക്കാർ ഓരോ ഇൻഡസ്ട്രിക്കും 1.5 കോടി രൂപ വരെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇപ്പോൾ ഏകദേശം 3-4 കോളേജിൽ ഇപ്പോൾ തന്നെ പാർക്കുകൾ തുടങ്ങി കഴിഞ്ഞു. ഏകദേശം 40ഓളം കോളേജുകളിൽ ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇതിൽ ഗുണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അതോടൊപ്പം പഠനത്തോടൊപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും അതോടൊപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ തന്നെ വ്യവസായം കൊണ്ടുവരിക, വികസനം കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ അതെ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി നടത്തുക. നമ്മളൊരു പ്രതിഭാസം ഈ സ്റ്റുഡൻസ് എല്ലാം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. 12ാം ക്ലാസ് പാസ്സാകുന്ന പിള്ളേർ കാനഡയ്ക്കും ഈസ്റ്റ് യൂറോപ്പിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. അതിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് ഇതിനെ കാണുന്നത്. അവരെ ഇവിടെ പഠിക്കുന്ന കാലത്ത് തന്നെ അവർക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് കൂടെ കൊടുത്തുകൊണ്ടുള്ള പുതിയ പാഠപദ്ധതികളാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതി ഗവൺമെൻറ് ലെവലിൽ ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. ആയിരക്കണക്കിന് പ്രവാസികൾ ഞങ്ങളെപ്പോലുള്ളവർ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ വരുമ്പോൾ മാസം ഒരാൾ $3000-4000 ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് വലിയ ഫോറിൻ എക്സ്ചേഞ്ചാണ്. അത് കിട്ടാനായിട്ട് ഇവിടെ സാധ്യതകളുണ്ട്. അതിന് അവർക്ക് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഇത്രയും വർഷം സേവ് ചെയ്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷേ അവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ബോഡിയില്ല. നോർക്ക ഉണ്ടെങ്കിലും അത് മിഡിൽ ഈസ്റ്റുകാരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് പോരാ. ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾ അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഉള്ളവർ റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്ന് ജീവിക്കാനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യമുണ്ട്. ഞങ്ങളെപ്പോലുള്ള പ്രവാസി കോൺക്ലേവ് ട്രസ്റ്റിനെ പോലുള്ള ഓർഗനൈസേഷനെ ഗവൺമെൻറ് പ്രോപ്പറായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ അനുവദിച്ചാൽ ഞങ്ങൾ ആയിരക്കണക്കിന് മലയാളികളെ കേരളത്തിൽ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കാം.